ഹായ് ഫ്രണ്ട്സ്, ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ലാത്ത ഒരു പാൽപ്പായസമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ദൂത് പാക്ക് എന്നാണ് ഇതിന് ഇവിടെ പറയുന്നത്. ഗുജറാത്തി സ്പെഷ്യലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതിനായിട്ട് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസാണ് ഇതിന് ഏറ്റവും നല്ലത്. നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇപ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യമില്ല. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. 3 സ്പൂൺ അരി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം നമുക്കിതൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത അരിയിലേക്ക് കുറച്ച് നല്ല വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് ഇത് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി അരമണിക്കൂർ നേരം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് അരിച്ച് അതിൻ്റെ നന്നായിട്ട് വെള്ളമൊക്കെ പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ വെള്ളമൊക്കെ പോയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാനൊരു സ്റ്റൗവിലേക്ക് നെയ്യ് പുരട്ടിയ ഒരു പാത്രമാണ്. പാത്രത്തിൻ്റെ അടിഭാഗത്ത് നെയ്യൊക്കെ പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പാല് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ബൗള് പാല് ഞാനിപ്പോൾ ഇതിലേക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇത് പിന്നീട് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ച് പാലും മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരി, നെയ്യൊക്കെ പുരട്ടി വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആ അരിയും നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പാലിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടതൊന്ന് വെന്ത് വരട്ടെ. ഇത്രയും നേരം നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ ചുവട്ടിൽ സ്റ്റാർച്ച് ആയതുകൊണ്ട് എൻ്റെ പാത്രത്തിൻ്റെ ചുവട്ടിൽ പറ്റിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടതൊന്ന് വെന്ത് വരട്ടെ. ഇത്രയും നേരം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇപ്പം പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു നുള്ളു കുങ്കുമപ്പൂ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് തിളച്ച ശകലം പാല് ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരട്ടെ. ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 7-8 നട്ട്സും ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡറും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള മിക്സാണിത്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് നേരത്തെ നമ്മൾ അരി ഇത് ഇട്ട് കൊടുത്തത് വെന്തിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല. കുറച്ച് സമയം കൂടെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അരി നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അരി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു അരി ഒന്ന് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഈ വെന്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സ് പഞ്ചസാരയൊക്കെയാണ്. അപ്പം വെന്തിട്ടില്ലെങ്കിൽ പിന്നെ അത് നന്നായിട്ട് വേവത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം പഞ്ചസാരയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കാജുവും നട്ട്സും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകും വരാനുള്ള ചാൻസ് ഉണ്ട്, തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ ചാറോളി എന്നാണ് പറയുന്നത്. നാട്ടിലെ ഇതിന് ചിരോഞ്ചി എന്നാണ് തോന്നുന്നു പറയുന്നത്. ഇതിന് വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അറിയുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചിരോഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, ശരീരത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്, റിച്ച് പ്രോട്ടീൻ ഉള്ളതാണ്. നമുക്ക് ഇത് മസ്റ്റായിട്ടും ഇതിൽ ഇട്ട് കൊടുക്കണം. ഇത് ഫ്രഷായിട്ടുള്ള കുറച്ച് ഏലക്ക, ഒരു 3-4 ഏലക്ക നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി പൊടിയായി കട്ട് ചെയ്ത നട്ട്സ് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബദാമും പിസ്തയും കാജുവുമാണ് നട്ട്സുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സാഫ്രാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് പൊടിച്ച ഏലക്ക പൊടിയും ചേർത്ത് നമുക്കിത്, ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത്രയേ ഉള്ളൂ, സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദൂത് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ടില്ലാത്തവരെല്ലാം ഇതൊന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് തയ്യാറാക്കിയിട്ടിരിക്കുന്ന ഒരു പാൽപ്പായസമാണ്. ജന്മാഷ്ടമിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.